ഹലോ ഗൈസ്, ഞാൻ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എ ഐ അമ്മിണി ഇരുന്നിട്ട് ഇങ്ങനെ കുൽസിതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യൂട്യൂബർ കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു, ചെങ്ങായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. ആ ചെങ്ങായി എന്താ വെച്ചാൽ ആ ചെങ്ങായിയുടെ വൈഫ് ഉണ്ടല്ലോ, ഇപ്പോൾ എക്സ് വൈഫാണ്, അവർ ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്നത്. ആ ചെങ്ങായിയുടെ ഭാര്യ ഇയാൾക്ക് കുറേ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് വെകിളി കയറിയിട്ട് ഇയാൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ ആളെങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം പൂശിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അയാൾക്ക് മറ്റേ റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഒരു പെണ്ണുമ്പിളുടെ ഒരു സംസാരിക്കുന്ന ഒരു സംഭവമല്ലേ എടുത്തിട്ട് ഒരു പെണ്ണിൻ്റെ ഓഡിയോ കൂടിയും കൊടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. എനിക്ക് കുൽസിതം പറയുന്ന ഐയിലെ. അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ്, ആളുകൾക്ക് കേൾക്കാനും കാണാനും ഇതൊക്കെയാണ് ഇഷ്ടം തോന്നുന്നത്, നമ്മളായിട്ട് ഇതിനെ കുറയ്ക്കണം. ഞാൻ ഇത് ബന്ധപ്പെട്ടിട്ട് അതായത് എന്താണ് സംഭവം എന്ന് മാത്രമല്ല, കുറച്ച് ഒന്ന് രണ്ട് അഭിപ്രായങ്ങളോട് ഇതിൽ ചേർക്കാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. സംഗതി ഇതാണ്. അച്ചായനുണ്ടല്ലോ, ഇച്ചായൻ ഹൈ റേഞ്ച് അല്ലേ, ഹൈ റേഞ്ച് ഇച്ചായൻ്റെ ഹൈ റേഞ്ച് കളികളാണ്. അതായത് കുഞ്ഞാറ്റ ഇച്ചായൻ്റെ കാര്യം പറഞ്ഞാൽ ഇവർ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള രണ്ട് പേരാണ്. ഇവരിപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇവരുടേതായ കുറി സെറ്റാവാത്ത കാര്യങ്ങൾ കൊണ്ട് ഇവരെന്ത് ചെയ്തു, ഡിവോഴ്സിന് കൊടുത്തിറക്കാണ്. ഓക്കെ, ഇവർക്ക് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ ചെങ്ങായിക്ക് കുറേ ആളുകളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഓള് പറയണത്. ആര്? കുഞ്ഞാറ്റ. ഓളിപ്പോൾ മാൾട്ടയിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്താണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം കാശൊക്കെ ഉള്ള കൂട്ടത്തിലായിട്ട്, കാശില്ലാത്ത ടീംസൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ്, രണ്ടുപേർക്ക് അത്യാവശ്യം കാശുണ്ട്, സെറ്റാണ്, കുഴപ്പമില്ല. അപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഈ ചെങ്ങായി ഞാനങ്ങനെ ആരുമായിട്ടും റിലേഷൻഷിപ്പ് ഒന്നുള്ള ആളല്ല, എന്നെ എല്ലാവരും പറ്റിക്കാണ്, സോഷ്യൽ മീഡിയ ബുള്ളി ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് മൂപ്പരിങ്ങനെ സംസാരിച്ച്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ലീക്കായി തുടങ്ങി ഇയാളുടെ കുൽസിത പരിപാടികൾ, സെക്സ് ചാറ്റ്. അപ്പോൾ സെക്സ് ചാറ്റ് ഇത് സാധാരണ രീതിയിൽ നമ്മളെന്താ വെച്ചാൽ ഈ ഒരു ഡിവോഴ്സിന് കൊടുക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ട് ചെളിവാരി എറിയും, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ വിട്ട്. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് വിട്ടിട്ട് ഇത് വേറൊരു ലെവലിലേക്ക് പോകണം. കാരണം എന്താ വെച്ചാൽ ഈ ചെങ്ങായിക്ക് വേറെ എന്തൊക്കെയാണ് അരക്ഷിതാവസ്ഥകൾ, വേറെ എന്തൊക്കെ വില്ലാളി വീരണ 9 ഇഞ്ച് ഡിക്ക് വളഞ്ഞിട്ടാണ് എങ്ങനെ രീതിയിൽ ആരത്തോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ വന്നായിരുന്നു. അപ്പം പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് പലതങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല. കാരണം ഇത് ഇയാൾ അന്ന് മുമ്പ് ഇതിനൊന്നും തെളിവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, തെളിവില്ലെന്ന് സെൻസ് ഇയാൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇയാൾ പറയുന്നത് ഇത് പലരും നുണ പറയുകയാണ്, ഞാനിങ്ങനെ അയച്ചു എന്നുള്ളതെന്നൊക്കെ AI വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതൊന്നും എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പോയിൻ്റ് ഇതാണ്, ഇവിടെ ഇയാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ മല്ലു ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് മല്ലു ഫാമിലി ഉണ്ടല്ലോ, മല്ലു ഫാമിലിയിലെ മറ്റേ സുജിൻ്റെ പാർട്ട്ണറായിട്ട് വൈഫായിട്ട് ഈ ചെങ്ങായിക്ക് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഈ ചെങ്ങായി ഇച്ചായം പറഞ്ഞു അത്രേ വേറൊരു പെണ്ണിനോട്. ആ പെണ്ണ് അത് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. ഇങ്ങനെ അവൻ പറഞ്ഞു, അവന് വേറൊരാളായിട്ട് പറയാൻ തന്നെ പ്രശ്നമുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സുജി നേരെ ഇവനെ വിളിച്ചിട്ട് എന്താണ് ഈ പറഞ്ഞത്, ഇങ്ങനെ സംഭവം വെച്ചു. എടാ ഞാൻ പറഞ്ഞിട്ടില്ലടാ, ഞാൻ പറഞ്ഞതാണ്, ഈ കേസ് കൊടുത്തോ, ഇത് വേറൊരുത്തി വെറുതെ നുണ പറയുകയാണ്, എൻ്റെ എക്സ് വൈഫിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ ഡയറക്റ്റ് ആ പെണ്ണിനെ കോൺടാക്ട് ചെയ്യാണ് ഇൻസ്റ്റാഗ്രാമിൽ, സുജി, എന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്, എന്താ സംഭവം, എന്താ ഡീറ്റെയിൽസ് എന്താ. അപ്പോൾ ശരിയാണ്, അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറയും. പ്രൂഫൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം അത് ബ്ലോക്ക് ചെയ്തിറക്കാണ് ഞാൻ അവനെ, അതിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിറക്കാണ് ആ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു റിട്രീവ് ചെയ്യാനുള്ള വഴികളൊക്കെ പറഞ്ഞുതരാം, എന്താ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് സംഗതികൾ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, അത് സംഭവിച്ചോ ഇല്ലേ നല്ല വിഷയം, ആരെ ചതിച്ചു, ആര് കുൽസിതം കാണിച്ചു എന്നുള്ളതെന്നല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അസുഖമാണ്, ഒരു കണ്ടീഷനാണ് ഗൈസ്. അസുഖം എന്ന് പറയാൻ പറ്റും, ഒരു കണ്ടീഷൻ. ഇറ്റ് നീഡ്സ് കൗൺസിലിംഗ്, തെറാപ്പി, ട്രീറ്റ്മെൻറ്റ്. അതായത് പലർക്കും അവരുടേതായ, നമുക്ക് എല്ലാ മനുഷ്യർക്കും നമ്മുടേതായ കോംപ്ലക്സുകളും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഈഗോ ഒക്കെ ഉണ്ടായിരിക്കില്ല സംഭവം. പക്ഷേ ചില ആളുകൾക്ക് നമ്മുടെ സെക്ഷൽ പെർഫോമൻസ് എത്ര അടിപൊളിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് അവരെ തന്നെ അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന സാധനമാണ്, എനിക്ക് ഇത്ര ഇഞ്ച് കോക്കാണുള്ളത്, ഞാൻ ഇത്ര സമയം കളിക്കും, എൻ്റെ പെർഫോമൻസ് ഇങ്ങനെയാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല എന്നൊക്കെ. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഇവൻ ഇച്ചായൻ അങ്ങനെയാണ് നല്ലട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആളുകളുണ്ട് പറയുക.
അതേപോലെ തന്നെ ഇവർ ചുമ്മാ അങ്ങനെ പറയും, ഞാൻ മറ്റേ ആളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, മറ്റേ പെണ്ണായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാൻ വില്ലാളി വീരനാണ് വേന്ദ്രനാണെന്നൊക്കെ. അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളോ എന്താ പറയുക, അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നൊന്നും ഉമ്മാർ നോക്കില്ല. ഉമ്മാർക്കൊരു കോമൺ സെൻസും ഇല്ലാണ്ട് ഉമ്മാർ ചിലപ്പോൾ വെള്ളം അടിച്ചിരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ തള്ളുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരേറ്റും പോയി കിടക്കുന്ന സമയത്തേക്ക് ഉമ്മാതിരി വാർത്താനം പറയണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ട് വല്ല കഞ്ചാവോ വേറെ എന്തെങ്കിലും പരിപാടിയുള്ള സമയത്ത് ഭയങ്കര ഹാപ്പിനെസ്സിൻ്റെ മൂർധന്യ അവസ്ഥയിലൊക്കെ ഇവന്മാർ ഇതൊക്കെ ഉണ്ട് തള്ളും. ഓക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെ പറയുന്ന ആളുകൾ ചിലപ്പോൾ ഇത് പറയുന്നത് സത്യമായിരിക്കാം, ചിലപ്പോൾ ഇത് നുണയായിരിക്കാം, എന്താണെന്ന് നമുക്കറിയില്ല. എവിടുന്നെങ്കിലൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോൾ ചിലപ്പോൾ ശരിയാവും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ സൈക്കോളജിക്കലായ ഒരു ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലിംഗ് തെറാപ്പി ഇതിനൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ശരിയാവും. വെള്ളം അടിക്കുന്ന ആളുകളുടെ അതൊക്കെ നിർത്തുക. പിന്നെ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പണി കിട്ടുമ്പോഴൊക്കെ പഠിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ഒരു നമ്മൾ പല ആൾക്കാരും സദാചാരം വെച്ചിട്ട് അവൻ നമ്മളോട് സെക്സ് ചാറ്റ് ചെയ്തു എന്നൊക്കെ. സെക്സ് ചാറ്റ് ചെയ്യുമ്പോൾ രണ്ട് പേരും അത് ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ സദാചാരമൊന്നും ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വിഷയത്തിലല്ല, മൊത്തത്തിൽ പറയാം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കണോ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല കേട്ടോ അതിനർത്ഥം. പറഞ്ഞു വരുന്നത് നിയമപരമായിട്ട് രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാം. അത് ഏത് മാധ്യമത്തിലൂടെ ചെയ്യണോ, നിയമപരമായിട്ട് പ്രശ്നമില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ പിന്നെ റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അത് തെറ്റായിട്ട് ആക്കാം. ഞാൻ കമ്മിറ്റഡായ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല ഇവിടുത്തെ കാര്യം. അങ്ങനെ എല്ലാവരും കമ്മിറ്റഡായ റിലേഷൻഷിപ്പ് അല്ല ആഗ്രഹിക്കുന്നത്. പലർക്കും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനോടൊക്കെ താല്പര്യം, അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞത്, അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളുകൾ പലപ്പോഴും ഇത് വേറെ ആളെ കരിവാരി തേക്കാനും അയാൾക്കൊരു എട്ടിൻ്റെ പണി കൊടുക്കാനും റീച്ച് കിട്ടാനും കാശുണ്ടാക്കാനൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യണം. ഞാനിതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഇതാണ്, ഇത് തെറാപ്പി കൗൺസിലിംഗ് ഒക്കെ വേണ്ട സംഗതിയാണ്. ഓക്കെ. ഇവരൊക്കെ എങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാമെന്നൊരു കാര്യമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളുകൾക്ക് ഇതൊന്നും വിഷയമല്ല, ഒരു കാശ് കിട്ടിയാൽ മതിയായിരിക്കും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും ഈ ചായൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അമൽ പൗലോസ് ഇച്ചായൻ പെട്ടു. അവൻ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് ഗൈസ്, അവിടുന്ന് ഇവിടുന്നൊക്കെ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ട് മറ്റാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് ഇവരൊക്കെ ഫേമസ് യൂട്യൂബേഴ്സ് ഒക്കെ 1 മില്യന് മേലേക്ക് അടിച്ച ആൾക്കാരെ ഭൂരിഭാഗം. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇവരൊക്കെ അവനെതിരെ വീഡിയോ ചെയ്യും, ഇവനെല്ലാവരും ഒറ്റപ്പെടുത്തും, ഇവനെ എട്ടിൻ്റെ പണി കിട്ടും. ആരെയും പിടിച്ച് തല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. നിയമപരമായിട്ട് പ്രശ്നങ്ങളുടെ ഒക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ആ ചെങ്ങായി ഒരു മാപ്പ് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് പിടിച്ചേക്കുക അല്ലേ. സോറി പറ്റിപ്പോയി, തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും വെച്ചാൽ എത്ര ആൾക്കാർ ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവില്ലേ ഇങ്ങനെയുള്ള ചാറ്റൊക്കെ കിട്ടുന്ന സമയത്ത്. നിങ്ങളെ അവസ്ഥ ആലോചിച്ചൊക്കെ. ഇപ്പോൾ 2 ലക്ഷം റുപ്യ വേണം, 5 ലക്ഷം റുപ്യ വേണം, അല്ലെങ്കിൽ ഞാൻ അത് ചാറ്റ് പുറത്തു വിടുന്നൊക്കെ പറഞ്ഞുള്ള ഒരു അവസ്ഥ എന്തായാലും. പിന്നെ ഇങ്ങനെയുള്ള ചാറ്റ് ആളുകളൊക്കെ എന്താ വെച്ചാൽ മറ്റ് യൂട്യൂബേഴ്സിനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും. എന്തൊരു അവസ്ഥ അല്ലേ. ഒരാളുടെ ജീവിതം പോകാനൊക്കെ ഇത് മതി. അല്ല, ആരും പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ. എല്ലാവരും അവരുടെ ജീവിതം പോയി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ടൈമിനോ പല രീതിയിലുള്ള തോന്നിവാസങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും അടിപൊളിയാണെന്ന് അയാൾ അടിപൊളിയാണെന്ന് പറയാനും പറ്റില്ല. അത് ആണോ പെണ്ണോ ആരായിക്കോട്ടെ. ഞാൻ അവിടെ പറഞ്ഞെന്നൊരു സംഭവം എന്താ വെച്ചാൽ, അത് ചിലവർ ചില രീതിയിൽ ഉപയോഗിക്കും. ചിലവർ ഫേക്ക് കളിക്കും, ചിലവർ റിയലായിട്ട് ഞാൻ അങ്ങനെയാണെന്നുള്ളത്, ഞാൻ പെർഫെക്റ്റ് ഒന്നല്ലെന്ന് പറയും. ചിലവർ തെറ്റ് അംഗീകരിച്ച് മുന്നോട്ട് പോകും, ചിലവർ ആ തെറ്റിന് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും മെൻ്റൽ ഹെൽത്ത്, സമാധാനം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിഗിലേ പിന്നെ നല്ലൊരു ഫാമിലി ലൈഫായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ വലിയ വിഷയവും. അല്ലാത്തവർക്ക് ഇതെന്താ വെച്ചാൽ വെറുതെ ഒരു ആരോപണം കാശുണ്ടാക്കാനുള്ള വഴി വ്യൂസൊക്കെ ആയിട്ട് മാറുക. ഒന്നും 1 വ്യൂസായിട്ടോ അവർക്ക്. ആനൊക്കെ എന്താ കഴിഞ്ഞ ദിവസമായിട്ട് ഒരു വീഡിയോന് 1.5 ലക്ഷം വ്യൂസ്. 1.5 ലക്ഷം വ്യൂസൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഒരു മാസം ഇരുന്ന് വീഡിയോ ചെയ്താലും കിട്ടൂല. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഒരു കാര്യം. അത്രേ ഉള്ളൂ. ബൈ.